റോമ സാമ്രാജ്യത്തിൻ്റെ രൂപീകരണവും വളർച്ചയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റോമ സാമ്രാജ്യം എന്നത് പുരാതന റോം കേന്ദ്രമാക്കി യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലായി പരന്നു കിടന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. ഏകദേശം 1500 വർഷങ്ങളോളം ഇത് നിലനിന്നിരുന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായിരുന്നു ഇത്. തുടക്കത്തിൽ രാജഭരണമാണ് റോമിൽ നിലനിന്നിരുന്നത്. പിന്നീട് അതൊരു റിപ്പബ്ലിക്കൻ ഭരണമായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. റോമ സാമ്രാജ്യം പിന്നീട് പടിഞ്ഞാറ് റോമ സാമ്രാജ്യവും പൗരസ്ത്യ റോമ സാമ്രാജ്യവുമായി വിഭജിക്കപ്പെട്ടു. വളർച്ചയുടെയും തകർച്ചയുടെയും ഒരു കഥയാണ് റോമിനുണ്ടായിരുന്നത്. CE 476 പടിഞ്ഞാറ് റോമ സാമ്രാജ്യം തകർന്നു. 1453 കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പതനത്തോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യവും അവസാനിച്ചു. റോമ സാമ്രാജ്യം നിയമം, രാഷ്ട്രീയം, കല, വാസ്തുവിദ്യ, ഭാഷ എന്നിവയിൽ വലിയ സംഭാവനകൾ നൽകി. ഇറ്റലിയിലെ ടൈബർ നദിയുടെ തെക്കുഭാഗത്തുള്ള ഒരു ജനതയാണ് റോമൻ സംസ്കാരത്തിൻ്റെ സ്ഥാപകർ. റോമുലസ്, റെമുസ് എന്നീ സഹോദരന്മാരാണ് റോമ സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. BC 753 റോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. 7 കുന്നുകളിലായി വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് ഇതിനെ സപ്തശൈല പ്രദേശം അല്ലെങ്കിൽ സപ്തശൈല നഗരം എന്നറിയപ്പെട്ടു. ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമ സാമ്രാജ്യത്തെയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. പുരാതനകാലം, മധ്യകാലം, ആധുനിക കാലം എന്നിങ്ങനെ കാലഘട്ടങ്ങളായി തിരിച്ചത് റോമ സാമ്രാജ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമ സാമ്രാജ്യം തകർന്ന CE 476 വരെയാണ് പുരാതന കാലം. CE 476 മുതൽ 1453 വരെയുള്ള കാലഘട്ടം, അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ച വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം. 1453 ശേഷമുള്ള കാലമാണ് ആധുനിക കാലം. പുരാതന സാമ്രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വിസ്തൃതമായ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. ഭരണപരമായ അസൗകര്യ നിമിത്തം ഡയോക്ലീഷ്യൻ എന്ന ചക്രവർത്തി റോമ സാമ്രാജ്യത്തെ 2ആക്കി വിഭജിച്ചു. പാശ്ചാത്യ റോമ സാമ്രാജ്യവും പൗരസ്ത്യ റോമ സാമ്രാജ്യവും. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോം ആയിരുന്നു. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ വധിച്ച ചക്രവർത്തിയായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തി. മധ്യധരനാഴിയെ കരിങ്കടലുമായി ബന്ധിപ്പിക്കുന്ന തുറമുഖ നഗരമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ബൈസാന്റിയം എന്നാണ് ഇതിൻ്റെ പഴയ പേര്. പൗരസ്ത്യ റോമ സാമ്രാജ്യം ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെട്ടു. ബൈസാന്റിയത്തിൻ്റെ വാണിജ്യപരമായ പ്രാധാന്യം മനസ്സിലാക്കി അന്നത്തെ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ 4-ാം നൂറ്റാണ്ടിൽ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ 2ാം തലസ്ഥാനമാക്കി ബൈസാന്റിയത്തെ മാറ്റി.